ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. എനിക്കിത് ഇതുപോലെ വീഡിയോ ചെയ്തിട്ട് പരിചയമൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയണം. പിന്നെ ഇന്ന് റെഡിയാവാൻ ഒരുപാട് ടൈം കിട്ടി. സാധാരണ എനിക്ക് അത്രയും ടൈം കിട്ടാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന്. ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡാണല്ലോ. അപ്പം പിന്നെ ഞാനായിട്ട് എന്തിനാ ഒരു കുറവ് വരുത്തുന്നത്? അപ്പം ഞാനും ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ റെഡി ആവണ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബേസിക് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട്. വലിയ കാര്യത്തിലൊന്നുമില്ല, ഒരു മോയ്സ്ചറൈസർ, ഒരു ലിപ്പ് ബാം, അത്ര തന്നെ ഉള്ളൂ. അതിനുശേഷം ഞാൻ ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട്. ഈ ഡ്രസ്സ് ഞാൻ മുന്നേ തന്നെ എയർപോർട്ട് ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഫൗണ്ടേഷൻ ഇടണോ വേണ്ടോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഒന്നാമത് രാത്രിയാണ് പോണത്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വഴിക്ക് പോകണതല്ല, ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കുറവ് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഫൗണ്ടേഷനൊക്കെ ഇടാന്ന് വിചാരിച്ചു. ഞാൻ പ്ലമ്മിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഉപയോഗിച്ചതിൽ ഈ ഫൗണ്ടേഷൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ. ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിന് മുന്നേ ഞാൻ ഷുഗറിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ര വലിയ പിടുത്തം കിട്ടിയിട്ടില്ല. പക്ഷെ ഇത് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല എന്താ പറയുക, സ്മൂത്ത്, പിന്നെ എന്താ പറയുക, നന്നായി ബ്ലെൻഡ് ആവണമൊക്കെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ എന്താ പറയുക, മിററിലൊക്കെ നോക്കിയിട്ടൊക്കെ ഒന്ന് സെറ്റാക്കാണ്. പിന്നെ ഞാൻ കോമ്പാക്റ്റ്, ഇതെൻ്റെ ഫേവറേറ്റ് കോമ്പാക്റ്റാണ്. ഞാൻ ഒരു കോമ്പാക്റ്റ് ഇങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അത് ഉപയോഗിച്ച് അതിൻ്റെ 56 കഴിഞ്ഞിട്ടുണ്ട്. നിലത്ത് വീണിട്ടൊക്കെ ആയിട്ടും കഴിഞ്ഞു. ഓൾമോസ്റ്റ് അത് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ കോമ്പാക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കോമ്പാക്റ്റാണ്. ഇത് വെറുതെ ഇട്ടാൽ അത്യാവശ്യം കവറേജൊക്കെ കിട്ടാറുണ്ട്. നല്ലൊരു കോമ്പാക്റ്റാണ്. അപ്പോൾ അത് കഴുത്തിലും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ രണ്ടായിട്ട് തോന്നരുതല്ലോ. അപ്പോൾ ഞാൻ കഴുത്തിലും, പണ്ടൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. പിന്നെ കുറേ വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ കഴുത്തിലും ഫൗണ്ടേഷൻ ആയാലും കോമ്പാക്റ്റ് ആയാലും അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ഐബ്രോസ് ഒന്ന് സെറ്റ് ആക്കുന്നുണ്ട്. വലിയ കാര്യത്തിലൊന്നുമില്ല. ഐബ്രോസ് ഒന്നും പ്ലക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഉള്ള ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് വെറുതെ ഒരു പ്രഹസനം, അത്ര തന്നെ ഉള്ളൂ. വലിയ മനയൊന്നും ആയിട്ടില്ല എന്നറിയാം. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പല ഷേപ്പിലൊക്കെ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ആക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണൊന്ന് ലൈൻ ചെയ്യുന്നുണ്ട്. കണ്ണിൻ്റെ മേൽഭാഗം. ഇപ്പോൾ ഐലൈനർ എഴുതണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് വയ്യായിരുന്നു എഴുതാൻ, രാത്രിയല്ലേ. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് മസ്കാര. ഞാൻ ഫേസ് സ്കാനയുടെ മസ്കാരയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ കണ്ണെഴുതിയില്ലെങ്കിലും ഒന്നുമില്ലെങ്കിൽ മസ്കാരയെങ്കിലും ഇടാൻ പുറത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. കാരണം വെച്ചാൽ നല്ല ഒരു ഫ്രഷ് ലുക്ക്, അല്ലെങ്കിൽ അങ്ങനെ വിടർന്ന കണ്ണു പോലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ മസ്കാര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മസ്കാര നല്ലോണം ഇട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ബ്ലഷും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ബ്ലഷിന് പകരം ഞാനിപ്പോൾ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ളത് പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇട്ട് വന്നപ്പോൾ കുറേ കൂടിയ പോലെ തോന്നി എനിക്ക്. ഇച്ചിരി കൂടിയ പോലെ തോന്നിയതല്ല, ഇച്ചിരി കൂടുതലായിരുന്നു എന്താ പറയുക ഇട്ടത്. പിന്നെ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് കോമ്പാക്റ്റ് ഒക്കെ വെച്ചിട്ടൊന്ന് സെറ്റാക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചു. ഞാൻ എന്നിട്ട് ഇങ്ങനെ മിറർ നോക്കി പറയായിരുന്നു, അയ്യോ കൂടിയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിൽ നിന്നൊക്കെ കുറച്ചെടുത്തിട്ട് അത് കയ്യിലായത് തന്നെ ഞാൻ കണ്ണിൻ്റെ മേളിലൊക്കെ ഒന്ന് ആക്കി കൊടുത്തു. അങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പോട്ടെ എന്ന് വെച്ചാൽ. പിന്നെ ഞാൻ ലിപ് ലൈനർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് ഞാൻ പുതിയ വാങ്ങിച്ചതാണ്. മാൾസിൻ്റെ ലിപ് ലൈനറാണ്. ഈ ഷെയ്ഡ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് മാത്രം ഇട്ട് പോയാലും കുഴപ്പമില്ല, അടിപൊളി ലുക്ക് തന്നെയാണ്. അപ്പോൾ ഈ ലിപ് ലൈനറും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ ലിപ് ലൈൻ ചെയ്യാത്ത കാരണം കുറേ ടൈം എടുത്തു ലിപ്പിൽ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാനായിട്ട്. ഇതിങ്ങനെ കറക്റ്റായിട്ട് വരണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കുറേ നോക്കായിരുന്നു. ശരിയായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ ലൈൻ ചെയ്ത് തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല ലൈൻ ചെയ്തിട്ട്. പിന്നെ അങ്ങനെ ഉൾഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ലിപ്സ്റ്റിക്ക് പോയാലും ഈ ലൈനർ അവിടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഒന്ന് ഉൾഭാഗം ജസ്റ്റ് മുഴുവനായിട്ടില്ല കുറച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്ക് ഷുഗറിൻ്റെയാണ്. ഈ ഷെയ്ഡും കുഴപ്പമില്ല, ഒരു നല്ല ഷെയ്ഡാണ്. അപ്പോൾ ഇതെടുത്തിട്ടും ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മേളിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. എന്നിട്ടും എനിക്ക് വലിയ രീതിയിൽ തൃപ്തി ആവണില്ല. കൂടി പോയതാണോ കുറഞ്ഞു പോയതാണോ, ഞാൻ ഉദ്ദേശിച്ച ഷെയ്ഡ് കിട്ടിയില്ല, അങ്ങനെ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് അധികം ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ബ്ലഷ് ആയിട്ടിട്ട ലിപ്സ്റ്റിക്കാണ്. അതൊരു പിങ്കിഷ് ഒരു
ഷെയ്ഡാണ്. അതാണ് ഞാൻ കൂടുതലും ലിപ്സ്റ്റിക്കായിട്ട് ഞാൻ യൂസ് ചെയ്യാറ്. ഇന്ന് പിന്നെ ഒരു പരീക്ഷണമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഇട്ടത്. കുഴപ്പമില്ലാന്ന് തോന്നി കളറ്. എന്നിട്ടും എനിക്കൊരു തൃപ്തി വരാഞ്ഞിട്ട് ഞാൻ പുതിയതായിട്ട് മേടിച്ച ഒരു ലിപ് ഗ്ലോസ് അതും കൂടി അപ്ലൈ ചെയ്തു. ഇനി കുറച്ച് തിളങ്ങാന്ന് വിചാരിച്ച് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോഴും എനിക്ക് ആകെ കൺഫ്യൂഷനായി, ശരി അത് കൂടി പോയോ, വല്ലാണ്ട് ബോറായോ, അങ്ങനെയൊക്കെ തോന്നിയിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. പിന്നെ ഞാൻ വെച്ചാൽ എന്തെങ്കിലും ആവട്ടെ സെറ്റാക്കാമെന്ന്. പിന്നെ ഹെയർ ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടേ ഉണ്ടാകുന്നുള്ളൂ. അപ്പം മുടിയൊന്നും അങ്ങനെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹെയർ എന്താ പറയുക ഇതാക്കാൻ വേണ്ടി ഹെയർ സീറൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു. പിന്നെ അതിന് ശേഷം ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടാലും, മോഡേൺ ആയാലും ട്രഡീഷണൽ ആയാലും എന്തിട്ടാലും പൊട്ടില്ലാണ്ട് യാതൊരു പരിപാടിയില്ല. എനിക്ക് പൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. വലുതല്ല, ഞാൻ കുഞ്ഞു പൊട്ട് ഏത് ഡ്രസ്സ് ഇട്ടാലും ഞാനിടും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ വാച്ചൊക്കെ കെട്ടി. എന്നിട്ട് പിന്നെ മുടി ആദ്യം ഞാൻ വേറെ രീതിയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കത് ഇഷ്ടപ്പെടാണ്ട് ഞാൻ പിന്നെ അഴിച്ചിട്ടു. മുടി ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്പ്രേ ഒക്കെ അടിച്ചു. അതിന് ശേഷം പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എന്തോ ഒരു കുറവുള്ള പോലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ബ്ലാക്കും ഒരു ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു ട്രാക്ക് സ്യൂട്ടും പിന്നെ കണ്ണാടിയുടെ മുന്നിലുള്ള പ്രഹസനം. അങ്ങനെ ഞാൻ റെഡി ആയി കഴിഞ്ഞു, ബാഗൊക്കെ ഇട്ടു. ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ്. അങ്ങനെ ഞാൻ എയർപോർട്ടിലേക്ക് പോകാൻ റെഡിയായി. ഞാൻ കാശ്മീരിലോട്ടാണ് പോണത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അവരെങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ക്യാമറ ഓണാക്കി ഇങ്ങനെ കുറച്ച് പ്രഹസനങ്ങൾ മാത്രമായിരുന്നു. അപ്പം അത്ര തന്നെയുള്ളൂ. ബൈ.